നമ്മുടെ സംസ്ഥാനത്ത് സർക്കാർ നൽകുന്ന ക്ഷേമ പെൻഷൻ ആനുകൂല്യങ്ങൾ നമുക്കറിയാം. പക്ഷേ കേന്ദ്ര സർക്കാർ നമുക്ക് വേണ്ടി നടപ്പിലാക്കുന്ന പ്രതിമാസം 3000 രൂപ വീതം 60 വയസ്സ് കഴിയുമ്പോൾ പെൻഷനായിട്ട് നൽകുന്ന പെൻഷൻ പദ്ധതിയുണ്ട്. ശ്രം യോഗി മന്ദൻ യോജന എന്നറിയപ്പെടുന്ന പ്രധാനമന്ത്രിയുടെ പേരിലുള്ള ഒരു പെൻഷൻ പദ്ധതി. അതിലേക്കുള്ള രജിസ്ട്രേഷൻ 2026 ആരംഭിച്ചിരിക്കുകയാണ്. രജിസ്ട്രേഷൻ ഇപ്പോൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപേക്ഷകൾ നൽകുന്നത് ഓൺലൈൻ വഴിയായിരിക്കും. അതായത് അക്ഷയ വഴിയോ കോമൺ സർവീസ് സെന്ററുകളോ അതോടൊപ്പം തന്നെ ജനസേവന കേന്ദ്രങ്ങളൊക്കെ വഴി നിങ്ങൾക്ക് ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നതാണ്. രജിസ്റ്റർ ചെയ്ത് അംശാദായം അടയ്ക്കുന്ന ഒരു സംവിധാനത്തിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. കാരണം ഈ ഒരു പങ്കാളിത്ത പെൻഷൻ രീതിയിൽ പദ്ധതി കൊണ്ടുപോവുകയാണ്. ശ്രം യോഗി മന്ദൻ യോജന എന്ന് പറയുന്ന സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള പെൻഷൻ പദ്ധതി, അതായത് സർക്കാർ ജോലികൾ ഒന്നുമില്ലാത്ത ദിവസവേതനത്തിൽ ജോലി ചെയ്യുന്ന, സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന, അതോടൊപ്പം തന്നെ കൂലിപ്പണി, നിർമ്മാണ തൊഴിൽ മേഖലയിലൊക്കെ ജോലി ചെയ്യുന്നവർ, വീട്ടുപകരണങ്ങളൊക്കെ വിൽപ്പന ചെയ്യുന്ന കച്ചവടക്കാർ, അപ്പോൾ അങ്ങനെയുള്ള പ്രതിദിന വരുമാനമൊക്കെ ലക്ഷ്യമിട്ട് ആ രീതിയിൽ ജീവിക്കുന്ന വ്യക്തികൾക്ക് നൽകുന്ന സഹായമായിട്ടാണ് പ്രധാനമന്ത്രി ശ്രം യോഗി മന്ദൻ യോജന എന്ന് പറയുന്ന ഒരു ചെറിയ പെൻഷൻ പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത്. കേന്ദ്ര സർക്കാരിന്റെ ഒരു ക്ഷേമനിധി പോലെ പ്രവർത്തിക്കുന്ന പെൻഷൻ പദ്ധതിയാണിത്. അംശാദായം നമ്മൾ അടയ്ക്കേണ്ടതുണ്ട്. 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെ ഉള്ളവർക്കാകും ഇതിലേക്ക് അപേക്ഷിക്കാനായിട്ട് പറ്റുക. കാരണം ഇതിലൊരു പ്രായപരിധി സർക്കാർ നിശ്ചയിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഓരോ പ്രായപരിധിയിലും ആ ചേർന്ന് കഴിഞ്ഞാൽ അടയ്ക്കേണ്ട അംശാദായം അത് എത്രയാണെന്നും സർക്കാർ മുൻകൂട്ടി നിശ്ചയിക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ അടയ്ക്കുന്ന തുകയ്ക്ക് തുല്യമായിട്ടുള്ള വിഹിതവും കേന്ദ്ര സർക്കാർ നിക്ഷേപിക്കുകയും അങ്ങനെയാണ് ഈ ഒരു പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്നതും. 60 വയസ്സ് എത്തുന്നതോടെ ഗുണഭോക്താവിന് ഇത് തിരികെ പ്രതിമാസം 3000 രൂപ വീതം ലഭിക്കുകയും ചെയ്യുന്നു. ഗുണഭോക്താവ് മരണപ്പെട്ട് കഴിയുമ്പോൾ ജീവിത പങ്കാളി അല്ലെങ്കിൽ നോമിനി ആയിട്ടുള്ളവർക്ക് ഈ പെൻഷൻ തുക ലഭിക്കുന്നതിനുള്ള സംവിധാനങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. 10 വർഷത്തോളം തുക അടച്ചു, പക്ഷേ തുടരാൻ താല്പര്യമില്ല എങ്കിൽ അടച്ച തുകയും സേവിംഗ് ബാങ്കിന്റെ പലിശ നിരക്കും സഹിതം തിരിച്ചു ലഭിക്കുന്നതിനുള്ള ക്രമീകരണങ്ങളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പദ്ധതിയിൽ 18 വയസ്സിലാണ് നമ്മൾ ചേരുന്നതെങ്കിൽ നമുക്ക് 55 രൂപ അടച്ചാൽ മതിയാകും. ഇനി 29-ാം വയസ്സിലാണ് നമ്മൾ ചേരുന്നതെങ്കിൽ, അതായത് ഈ പദ്ധതിയെക്കുറിച്ച് ആ സമയത്താണ് അറിയുന്നതെങ്കിൽ, ആ സമയത്ത് പ്രതിമാസം 100 രൂപ വീതം അടച്ചാൽ മതി. പിന്നീട് അങ്ങോട്ട് എല്ലാ മാസങ്ങളിലും 100 രൂപ വീതം കൃത്യമായിട്ട് നമ്മൾ അടയ്ക്കുകയും വേണം. അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിന്റെ തുല്യവിഹിതമായിട്ടുള്ള 100 രൂപ കൂടി നമ്മുടെ പേരിൽ നിക്ഷേപിക്കുകയും ചെയ്യും. ഇനി ഈ കാര്യങ്ങളെല്ലാം അറിയുന്നത് 40 വയസ്സിലാണെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ 200 രൂപയാണ് നമ്മൾ പ്രതിമാസം അടയ്ക്കേണ്ടത്. അങ്ങനെ എല്ലാ മാസങ്ങളിലും അടയ്ക്കണം. കേന്ദ്ര സർക്കാരിന് ഇതിന് തുല്യമായിട്ടുള്ള വിഹിതം അടച്ചുകൊണ്ടിരിക്കും. 40 വയസ്സ് വരെയാണ് ഇതിന് ചേരാൻ വേണ്ടിയിട്ട് സാധിക്കുക. അതായത് ഏറ്റവും കുറഞ്ഞ അംശാദായം എന്നുള്ളത് 55 രൂപയും ഏറ്റവും ഉയർന്ന അംശാദായം പ്രതിമാസം 200 രൂപ മാത്രമായിരിക്കും. ഈ തുകയിൽ പിന്നീട് 60-ാം വയസ്സ് മുതൽ നമുക്ക് ലഭിക്കുക 3000 രൂപ പ്രതിമാസ പെൻഷനായിട്ടായിരിക്കും നമ്മുടെ ആക്റ്റീവ് ആയിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിക്കുക. ഈ ഒരു പദ്ധതിയിലേക്ക് അപേക്ഷിക്കാനായിട്ട് കയ്യിൽ കരുതേണ്ടത് ആധാർ കാർഡ്, നോമിനേഷൻ വിവരങ്ങൾ, ഗുണഭോക്താവിനെ സംബന്ധിച്ചിട്ടുള്ള വിശദ വിവരങ്ങളോടൊപ്പം തന്നെ ആക്റ്റീവ് ആയിട്ടുള്ള മൊബൈൽ നമ്പർ, ഇത്തരം കാര്യങ്ങൾ മാത്രം ഇതിനു വേണ്ടി ആവശ്യപ്പെടുന്നുള്ളൂ. ഈ പദ്ധതിയിലേക്ക് രജിസ്ട്രേഷൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് PMSYM എന്ന് പറയുന്ന കാർഡ്, ശ്രം യോഗി മന്ദന യോജനയുടെ കാർഡ് കിട്ടുന്നതായിരിക്കും. അത് നമ്മൾ ലാമിനേറ്റ് ചെയ്ത് സൂക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നീട് എല്ലാ വിവരങ്ങളും അതുവഴി നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ കൃത്യമായിട്ട് അപേക്ഷ വെക്കുന്ന സമയത്ത് തന്നെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഓട്ടോ ഡെബിറ്റ് സംവിധാനം കൂടി എനേബിൾ ചെയ്യാനുള്ള റിക്വസ്റ്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എല്ലാ മാസവും ഈ തുക ഓട്ടോ ഡെബിറ്റ് വഴി നമ്മുടെ അക്കൗണ്ടിൽ നിന്നും അവർ പിൻവലിക്കുന്നതായിരിക്കും. ഈ ഒരു പദ്ധതിയിലേക്ക് തുക നിക്ഷേപിക്കുകയും 60 വയസ്സ് മുതൽ പെൻഷനായിട്ട് 3000 രൂപ എത്തിച്ചേരുകയും ചെയ്യുന്നതായിരിക്കും. താല്പര്യമുള്ള എല്ലാവരും ഇതിൽ അംഗങ്ങളാകുക. ഇതുകൂടാതെ ടാക്സ് അടയ്ക്കുന്നവരും EPF പോലുള്ള പെൻഷൻ ആനുകൂല്യം വാങ്ങുന്നവരുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഇതിലേക്ക് ചേരാനായിട്ട് സാധിക്കില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻസ് ആണ് വീഡിയോയിലൂടെ ഷെയർ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപയോഗപ്രദമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്തോളൂ. ഇന്ന് നെക്സ്റ്റ് ഡെയിലി അപ്ഡേറ്റുമായിട്ട് കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.